ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ മുതൽ ആരൊക്കെയോ ചേർന്ന് ബോധപൂർവം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇറാഖ് യുദ്ധത്തെ എതിർത്ത ഏക അമേരിക്കൻ പ്രസിഡന്റാണ് ബൈഡൻ എന്ന്. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല. ആരോ പറത്തിവിട്ട ഒരു നുണക്കഥ അന്തരീക്ഷത്തിൽ അങ്ങനെ അപ്പൂപ്പൻ താടി പോലെ പറന്നു നടക്കുകയാണ്. നമുക്ക് ബൈഡനെ ഇഷ്ടപ്പെടാം, ആദരിക്കാം, പക്ഷെ അത് സത്യങ്ങൾ അറിഞ്ഞുകൊണ്ടും യാഥാർത്ഥ്യത്തിന് മേലെ നിന്നുകൊണ്ടും വേണം. അപ്പൊ നമുക്കൊരു ഫാക്ട് ചെക്ക് നടത്താം. ഇറാഖ് യുദ്ധത്തെ ബൈഡൻ എതിർത്തിരുന്നോ? എന്തായിരുന്നു ഗൾഫ് യുദ്ധകാലത്ത് ബൈഡൻ സ്വീകരിച്ച നിലപാടുകൾ ഒക്കെ ഒന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അമേരിക്ക ഏറ്റവും മുറുകെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ബൈഡന്റെ ഇറാഖ് യുദ്ധകാലത്തെ നിലപാടുകൾ. ഇറാഖ് യുദ്ധ സമയത്ത് ബൈഡൻ ഫോറിൻ റിലേഷൻസ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു. എന്ന് വെച്ചാൽ യുദ്ധം വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനമെടുക്കുന്നതിൽ ബൈഡനും മുഖ്യ പങ്കുണ്ടായിരുന്നു. ജോർജ് ബുഷ് ആയിരുന്നു ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ്. The idea that I took the word of a president saying that he wasn't going to go to war and this was the way to avoid going to war. Only way we're going to get rid of Saddam Hussein, and it's going to require guys like you in uniform to be back on foot in the desert taking taking Saddam down. Because I didn't believe he had those nuclear weapons. I didn't believe he had those weapons of mass destruction. Other countries have or seek weapons of mass destruction. Saddam has actually used them. Is that he possesses chemical and biological weapons and is seeking nuclear weapons. It was a mistake to trust that they weren't going to go to war. They said they were not going to go to war. For me, the issue is never whether we had to deal with Saddam, but when and how. That is that the threat need not be imminent for us to take action. From the moment shock and awe started, from that moment, I was opposed to the effort and I was outspoken. Some of my own party have said that it was a mistake to go to Iraq in the first place. 9 months ago, I voted with my colleagues to give the President of the United States of America the authority to use force. And I would vote that way again today. It was a right vote then, and to be a correct vote today. You know, I trusted George Bush to keep his word. He said he was not going to go into Iraq. That a free and democratic Iraq, if it could be accomplished, could have a cleansing impact on that part of the world and make our life easier. ഈ വീഡിയോയിൽ ബൈഡൻ പരസ്പര വിരുദ്ധമായി ഇറാഖ് യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ചിലപ്പോൾ പറയുന്നു ഇറാഖിന്റെ പക്കൽ വൻ നശീകരണ ശേഷിയുള്ള രാസായുധങ്ങൾ ഉണ്ടെന്ന്, യുദ്ധം അത്യാവശ്യമാണെന്ന്. ചിലപ്പോൾ അദ്ദേഹം പറയുന്നു ബുഷ് അങ്ങനെയൊക്കെ പറഞ്ഞു, ഇറാഖിനെ കുറിച്ച് ബുഷ് പറഞ്ഞു, അത് കേട്ട് വിശ്വസിച്ച് ഞാൻ വോട്ട് ചെയ്തെന്ന്. 2002 ഒക്ടോബർ 16 അമേരിക്കൻ പ്രസിഡന്റ് ബുഷ് ഇറാഖ് യുദ്ധത്തിന് സെനറ്റിന്റെ അനുമതിയോടുകൂടി ബില്ലിൽ ഒപ്പുവെക്കുന്നു. ഈ വീഡിയോയിൽ നമുക്ക് ബൈഡനെ കാണാം. ബുഷ് കൈ പിടിച്ചു ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നുണ്ട്. ഇറാഖിനെ ആക്രമിക്കാൻ അമേരിക്ക തീരുമാനമെടുക്കുമ്പോൾ ബുഷ് പ്രസിഡന്റാണ്, ബൈഡൻ ഫോറിൻ റിലേഷൻസ് കമ്മിറ്റി ചെയർമാനാണ്. ബുഷിന് ഇറാഖിനെ ആക്രമിക്കാൻ അനുമതിയും പിന്തുണയും നൽകിയ 77 സെനറ്റർമാരിൽ ഒരാളായിരുന്നു അന്ന് ബൈഡൻ. And I will vote for the Lieberman-Warner amendment to authorize the use of military force against Iraq. And unlike my colleague from West Virginia and Maryland, I do not believe this is a rush to war. I believe it's a march to peace and security. ബൈഡൻ തന്നെ പറയുന്നു അമേരിക്കൻ സൈന്യം ഇറാഖിലേക്ക് മാർച്ച് ചെയ്യുന്നതിനെ അനുകൂലിച്ച് ഞാൻ ഇതിൽ ഒപ്പുവെക്കുകയാണ്. എന്റെ സഹപ്രവർത്തകരിൽ ചിലർ പറഞ്ഞതുപോലെ ഇത് യുദ്ധത്തിനുള്ള തിടുക്കമല്ല, മറിച്ച് സുരക്ഷിതത്വത്തിനും സമാധാനത്തിനുമുള്ള മാർച്ചാണെന്ന്. ബൈഡന്റെ യുദ്ധ നിലപാടുകൾ എന്തായിരുന്നു എന്ന ചർച്ച ആദ്യം തുടങ്ങിയത് ബൈഡൻ ഡെമോക്രാറ്റ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ഒരു പാർട്ടിക്കുള്ളിൽ ഒരു മത്സരമുണ്ട്. ആ മത്സരം തുടങ്ങിയപ്പോഴാണ്. ആ ഡെമോക്രാറ്റ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള മത്സരത്തിൽ ബൈഡനും ബേണി സാൻഡേഴ്സിനും തമ്മിലാണ് മത്സരം നടന്നത്. അന്ന് ഇവർ തമ്മിൽ ഈ വിഷയത്തിൽ ചൂടേറിയ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. അതിന്റെ വീഡിയോ യൂട്യൂബിലുണ്ട്. എന്നാൽ പാർട്ടിയിൽ ബൈഡന് ഭൂരിപക്ഷം കിട്ടി. ബൈഡൻ അങ്ങനെയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുന്നതും പ്രസിഡന്റ് ആവുന്നതും. ബേണി സാൻഡേഴ്സ് പറഞ്ഞത് അദ്ദേഹം മാത്രമാണ് അന്ന് സെനറ്റിൽ ഇറാഖ് യുദ്ധത്തെ എതിർത്ത് സംസാരിച്ചതെന്നും ബൈഡൻ അനുകൂലിച്ച് വോട്ട് ചെയ്തു എന്നുമാണ്. In 2002, when the Congress was debating whether or not we go into a war in Iraq, invade Iraq, I got up on the floor of the House and I said that would be a disaster. It would lead to unprecedented levels of chaos in the region.
And I not only voted against the war, I helped lead the effort against that war. We should not send anyone anywhere unless the overwhelming vital interests of the United States are at stake. They were not at stake there. They were not at stake in Iraq, and it was a mistaken vote. But I think my record overall on everything we've done has been, I'm prepared to compare it to anybody's. ബേണി സാൻഡേഴ്സൺ പറയുന്നത് സെനറ്റിൽ ബേണി അമേരിക്കയുടെ ഇറാഖ് അധിനിവേശത്തെ എതിർത്തു എന്നും ബൈഡൻ പിന്തുണച്ചു എന്നുമാണ്. ഇറാഖ് അധിനിവേശത്തിന് അനുകൂലിച്ച് വോട്ട് ചെയ്തത് തെറ്റായി പോയി എന്നാണ് ബൈഡൻ പറയുന്നത്. സത്യത്തിൽ സംഭവിച്ച കാര്യം നശീകരണായുധങ്ങളുടെ വൻ ശേഖരം, രാസായുധങ്ങൾ ഉൾപ്പെടെയുള്ളവ സദാം ഹുസൈന്റെയും അമേരിക്കയുടെയും പക്കലുണ്ടെന്ന് അമേരിക്ക വലിയ തോതിൽ പ്രചാരണം നടത്തി. ആ പ്രചാരണം നടത്തിയവരിൽ ബൈഡനും ഉൾപ്പെട്ടിരുന്നു എന്നതാണ് സത്യം. അതിന്റെ വീഡിയോ ഒന്ന് കാണാം. Contrary to what some in my party might think, Iraq was a problem that had to be dealt with. Weapons of mass destruction. Weapons of mass destruction. Weapons of mass destruction. Weapons of mass destruction. We thought he had weapons of mass destruction. It turns out he didn't, but സദ്ദാം ഹുസൈനും ഈ ആയുധ ശേഖരണവും ലോകത്തിനും അമേരിക്കയ്ക്കും ഭീഷണിയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബുഷും ഫോറിൻ റിലേഷൻസ് കമ്മിറ്റി ചെയർമാനായ ബൈഡനും മറ്റ് അമേരിക്കക്കാരും കരുതി. ബൈഡൻ ഉൾപ്പെടെയുള്ളവർ ഇറാഖിനെ ആക്രമിക്കാൻ യുദ്ധം തുടങ്ങാൻ ഇറാഖിലെ സൈനിക അധിനിവേശത്തിന് അനുമതി നൽകി. സെനറ്റിൽ ചർച്ച നടക്കുമ്പോൾ പലരും യുദ്ധം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും യുദ്ധമല്ലാതെ മറ്റു വഴികൾ ആലോചിക്കുമ്പോഴും അതിനെയൊക്കെ ശക്തമായ മറുപടികൾ കൊണ്ട് ബൈഡൻ നേരിടുന്നുണ്ട്. കാരണം അദ്ദേഹം ഫോറിൻ റിലേഷൻസ് കമ്മിറ്റി ചെയർമാനാണ്. അംഗങ്ങളെ കൊണ്ട് യുദ്ധത്തിന് അനുകൂലമായി, പ്രസിഡന്റിന്റെ തീരുമാനത്തിന് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിക്കുക എന്നത് അദ്ദേഹത്തിന്റെയും ജോലിയും ദൗത്യവും ഉത്തരവാദിത്വവുമായിരുന്നു. In my judgment, President Bush is right to be concerned about Saddam Hussein's relentless pursuit of weapons of mass destruction and the possibility that he may use them or share them with terrorists. Other regimes hostile to the United States and our allies already have or seek to acquire weapons of mass destruction. The objective is to compel Iraq to destroy its illegal weapons of mass destruction and its programs to develop and produce missiles and more of those weapons. Saddam is dangerous. The world would be a better place without him. But the reason he poses a growing danger to the United States and its allies is that he possesses chemical and biological weapons and is seeking nuclear weapons. And unlike my colleague from West Virginia and Maryland, I do not believe this is a rush to war. I believe it's a march to peace and security. I believe that failure to overwhelmingly support this resolution is likely to enhance the prospects that war will occur. സദ്ദാം ഹുസൈന്റെ കയ്യിൽ രാസായുധമടക്കമുള്ള വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങളുണ്ടെന്നും അത് അപകടകരമാണെന്നും സദ്ദാം ഹുസൈന്റെ കയ്യിലുള്ള നശീകരണായുധങ്ങൾ നശിപ്പിക്കുകയും ഇനി ഉണ്ടാക്കുന്നത് തടയുകയുമാണ് നമ്മുടെ ലക്ഷ്യമെന്നും ബൈഡൻ പറയുന്നു. സദ്ദാം ഹുസൈൻ അപകടകാരിയാണ്. അദ്ദേഹം ഈ ലോകത്തില്ലാതായാൽ ലോകം കുറച്ചുകൂടി നല്ലതാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ രാസായുധവും ജൈവായുധവും ഉണ്ട്. അണുവായുധം സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സദ്ദാം. എന്നിട്ടും ഇവിടെയുള്ള എന്റെ ചില സഹപ്രവർത്തകർ പറയുന്നു ഇത് യുദ്ധത്തിന് വേണ്ടിയുള്ള തിടുക്കമാണെന്ന്. എന്നാൽ ഇത് സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയുള്ള ഒരു നീക്കമാണ്. അങ്ങനെയാണ് 2003 മാർച്ചിൽ അമേരിക്ക ഇറാഖിനെ ആക്രമിക്കുന്നത്, യുദ്ധമുണ്ടാവുന്നത്. അമേരിക്കയിലെയും ഇറാഖിലെയും നിരവധി മനുഷ്യർ കൊല്ലപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇറാഖിന്റെ കയ്യിൽ നശീകരണ ആയുധങ്ങളുടെ വൻ ശേഖരം പോയിട്ട് തിരിച്ചടിക്കാനുള്ള, പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ പോലും സദ്ദാം ഹുസൈന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇറാഖ് തകർന്നു തരിപ്പണമായി. അമേരിക്ക ഇറാഖിൽ നടത്തിയ ക്രൂരതകൾക്ക് കയ്യും കണക്കും അറ്റവും അറുതിയുമില്ല. There were other Democrats in the Senate who wanted to put limits on Bush's ability to start a war in Iraq. For example, if there was no imminent threat to the United States and the United Nations did not authorize a war, then President Bush would have to come back to Congress for another resolution. But Biden shot this down. So the reason why I oppose the amendment of my friend from Michigan is because the basic premise upon which I began is consistent with where my friend from Connecticut begins, and that is that the threat need not be imminent for us to take action. That's authority we're about to delegate to the president.
സെനറ്റിൽ ഉണ്ടായിരുന്ന നിരവധി ഡെമോക്രാറ്റുകൾക്ക് യുദ്ധം വേണ്ടെന്നുണ്ടായിരുന്നു. അമേരിക്കയ്ക്ക് സദാം ഹുസൈൻ ഒരു അടിയന്തര ഭീഷണിയല്ലാത്തതും യുണൈറ്റഡ് നേഷൻസ് യുദ്ധത്തിന് അനുമതി നൽകാത്തതും കാരണം ശരിക്കും യുദ്ധത്തിന് അനുമതി കിട്ടുക അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ ബൈഡൻ അവിടെയൊക്കെ ഇടപെട്ട് സംസാരിക്കുകയാണ്. എന്റെ സഹപ്രവർത്തകരിൽ ചിലർക്ക് ഇറാഖ് അമേരിക്കയ്ക്ക് ഭീഷണിയല്ലെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം പ്രസിഡന്റ് ബുഷിന് നമുക്ക് വിട്ടുകൊടുക്കാമെന്നാണ് ബൈഡൻ പറയുന്നത്. ബൈഡൻ സെനറ്റിൽ യുദ്ധത്തെക്കുറിച്ചും തന്റെ നിലപാടുകളെക്കുറിച്ചും വിശദീകരിക്കുന്ന നിരവധി വീഡിയോകൾ യൂട്യൂബിലുണ്ട്. ഈ വിഷയത്തിൽ നിരവധി ഡോക്യുമെന്ററികളുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ പോയി അത് കാണാം. ബൈഡന്റെ ഇറാഖിനെ കുറിച്ചുള്ള അന്നത്തെ നിലപാടുകൾ വിശദമായി തന്നെ കാണാവുന്നതാണ്. Some of my own party have said that it was a mistake to go to Iraq in the first place and believe that it's not worth the cost, whatever benefit may flow from our engagement in Iraq. But the cost of not acting against Saddam, I think, would have been much greater. And so is the cost, and so will be the cost, of not finishing this job. The President of the United States is a bold leader, and he is popular. The stakes are high, and the need for leadership is great. I wish he'd use some of his stored up popularity to make what I admit is not a very popular case. But I and many others will support him. 9 months ago, I voted with my colleagues to give the President of the United States of America the authority to use force. And I would vote that way again today. It was a right vote then, and it'd be a correct vote today. ബൈഡൻ യുദ്ധം തുടങ്ങിയ ശേഷവും യുദ്ധത്തെ അനുകൂലിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്റെ പാർട്ടിയിലുള്ള ചിലർക്ക് തന്നെ ഇറാഖിൽ അമേരിക്ക നടത്തുന്ന അധിനിവേശത്തെക്കുറിച്ച് എതിർ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഇത് ചെയ്യാതിരുന്നിരുന്നുവെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില ഇതിലും വളരെ വലുതായേനെ. ഇപ്പോഴുള്ള ഉദ്യമത്തിൽ നിന്ന് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്മാറിയാൽ അതിലും വലിയൊരു വില നമ്മൾ കൊടുക്കേണ്ടി വരും. ബുഷിന്റെ തീരുമാനത്തെ അദ്ദേഹം ഇതിൽ പ്രശംസിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇക്കാര്യത്തിൽ പൂർണ്ണമായും പ്രസിഡന്റിനെ അനുകൂലിക്കുന്നു എന്നാണ് പറയുന്നത്. യുദ്ധത്തിനായി ഞാൻ ചെയ്ത എന്റെ വോട്ട് അന്നും ഇന്നും ശരിയാണ്. As I said at the outset, if we can make the case, which I think, well, I won't say what I think yet, the hearings aren't finished, but if we can make the case that the threat is real and dire, that a free and democratic Iraq, if it could be accomplished, could have a cleansing impact on that part of the world and make our life easier significantly down the road, which I think could be made in an ideal circumstance. Not even an ideal, if we do things right. That it is worth the price. ഇറാഖ് ലോകത്തിന് ഭീഷണിയായിരുന്നു. യുദ്ധക്കെടുതികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു ഭീഷണി ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്തത് എന്നതുകൊണ്ട് അത് നീതീകരിക്കാവുന്നതല്ലേ എന്നാണ് ബൈഡൻ ചോദിക്കുന്നത്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ബൈഡൻ തന്റെ അഭിപ്രായം മാറ്റി, നിലപാട് മാറ്റി. ബൈഡൻ പറഞ്ഞു, പ്രസിഡന്റ് ബുഷ് ഇറാഖിന്റെ കൈവശം നശീകരണ ആയുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ടാണ് താൻ അന്ന് യുദ്ധത്തിന് അനുകൂലിച്ചത്, വോട്ട് ചെയ്തത്. അത് തെറ്റായിപ്പോയി, അതൊരു തെറ്റാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഒരുപക്ഷെ ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത, ന്യായീകരിക്കാനാവാത്ത ക്രൂരതകളാണ് ഇറാഖിൽ അമേരിക്കൻ സൈന്യം നടത്തിയത് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടത് കൊണ്ടാകാം ഈ നിലപാട് മാറ്റം. The reason I voted the way I did was to try to prevent a war from happening because, remember, the threat was to go to war. The argument was because Saddam Hussein had weapons of mass destruction. So he said that I need to be able to get the Security Council to agree to send in inspectors to put pressure on Saddam to find out whether or not he's producing nuclear weapons. And at the time, I said, that's your reason. All right, I get it. That was the rationale was that's the way to not go to war because I didn't believe he had those nuclear weapons. I didn't believe he had those weapons of mass destruction. അന്ന് മുതൽ ബൈഡൻ യുദ്ധത്തെയും താൻ യുദ്ധത്തിന് എതിരായിരുന്നുവെന്നും നിരന്തരം സംസാരിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ്. എന്നാൽ സെനറ്റ് ഫോറിൻ കമ്മിറ്റി ചെയർമാനായ ആൾക്ക് യുദ്ധം ചെയ്യാനുള്ള തീരുമാനത്തിൽ ബുഷിനെ പോലെ തന്നെ
ഉത്തരവാദിത്വവും പങ്കും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ബോധം വന്നപ്പോൾ ബൈഡൻ നിലപാട് മാറ്റിയത് നല്ല കാര്യം തന്നെ, അഭിനന്ദനാർഹം. 2005 നവംബർ വരെ ബൈഡൻ ഇറാഖ് യുദ്ധ അനുകൂലിയായിരുന്നു. ആദ്യമായി അദ്ദേഹം യുദ്ധത്തെ തള്ളിപ്പറഞ്ഞത് 2005 നവംബറിലാണ്. യുദ്ധം തുടങ്ങാൻ തീരുമാനമെടുത്തത് 2002 നമുക്കറിയാം. യുദ്ധം തുടങ്ങിയത് 2003 എന്നാൽ 2005 വരെ ബൈഡൻ ഇതേ യുദ്ധ അനുകൂലിയായി തന്നെ തുടരുകയായിരുന്നു. ഇതാണ് ബൈഡന്റെ ഒരു ഇറാഖ് യുദ്ധ ചരിത്രം. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സൈനികൻ ബൈഡനെ ഇറാഖ് യുദ്ധത്തിന്റെ പേരിൽ തടഞ്ഞു നിർത്തി സംസാരിക്കുന്ന ഒരു വീഡിയോ കൂടി നമുക്ക് കാണാം. ഇറാഖ് അധിനിവേശത്തിന് ബൈഡൻ അനുമതി നൽകി എന്നതിനാലാണ് ഈ വൈകാരിക രംഗമുണ്ടായത്. We're just wondering why we should vote for someone who voted for a war and killed thousands of our brothers and sisters. You also give a medal to the man who enabled that war in Kosovo. Your blood is on your hands now. And you're disqualified. My friends are dead. So is my son. For years. That doesn't matter, right? Nothing can matter. It matters a lot. I'm sure it does. I'm not going after your son. Well, my brothers and sisters died in Iraq and Afghanistan. Trump is more anti-war than jail. We actually fought in your damn wars. We fought in your wars. You sent us to hurt civilians. We hurt civilians. You pushed us out to do it. No way he can be. വീഡിയോ ഇഷ്ടമായാൽ, ഇത് ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും നമുക്ക് വീഡിയോകളൊക്കെ കാണാം. നമുക്ക് അമേരിക്കയുടെ യുദ്ധങ്ങൾ, ഗൾഫ് യുദ്ധം, കമലാ ഹാരിസിന്റെയും ബൈഡന്റെയും പാലസ്തീൻ നിലപാടൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ നാളെ കാണാം.